ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചൊക്കെ വിശ്രമത്തിലൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. നാളെ തൊട്ട് വീണ്ടും ജോലി തിരക്കിലേക്കും സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞങ്ങളുടെ പള്ളിയിൽ ഓണത്തോടനുബന്ധിച്ചൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് എല്ലാ വാർഡുകളിലേക്കും ഓരോ ഐറ്റങ്ങൾ ഓണത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തുവരുന്നു. അപ്പം ഓരോ വാർഡുകാരും അത് ഓരോന്നും നോക്കി അത് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയായിരുന്നു. അപ്പം ഓരോ വാർഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പം ഞങ്ങളുടെ വാർഡിൽ, ഞങ്ങളുടെ ചെറുപുഷ്പം വാർഡിൽ ഞങ്ങൾക്ക് കിട്ടിയത് പുളിയിഞ്ചി അച്ചാറുമാണ്. അപ്പം ഞങ്ങൾ ഈ പുളിയിഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപുഷ്പം വാർഡിലുള്ളവരൊക്കെ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വന്നവരെല്ലാം വളരെ നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തു. കണ്ടോ, നമ്മുടെ പ്രസിഡന്റ് സാബുചേട്ടനാണ് കരിയണാമറ്റം. പുള്ളിക്കാരനിതാ പുളിയിഞ്ചിയൊക്കെ അതൊക്കെ ഇങ്ങനെ ഇളക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാ പെങ്ങളും ചേച്ചി ഒക്കെ കൂടെ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കുന്നു. അതൊഴിക്കുന്നു റോസമ്മ ചേച്ചി, സാബുചേട്ടന്, വേയിച്ചേട്ടന്, ജോർജ് മാഷൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ ഓരോരോ പരിപാടികളിലാണ്. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഇതിനു മുമ്പ് കുറേ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോയില്ല. അവരിതൊക്കെ തയ്യാറാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സുശ്രീ ചേച്ചി, ഇതാ റോസമ്മ ചേച്ചി, ഇവരൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇതിനു മുമ്പ് ഇത് അരിഞ്ഞതും വെളുത്തുള്ളിയും അങ്ങനെ മറ്റ് മുളക് അരിഞ്ഞതും അങ്ങനെയൊക്കെയുള്ള അതിന് മുമ്പത്തെ കുറേ പ്രിപ്പറേഷൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങളിലൊക്കെ എനിക്കും കൂടാനും ഇതൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഇതൊക്കെ നല്ല മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പിള്ളേരെ ജോഹാൻകുട്ടനെയും മെറിമോളെയും റോസ്മോളെയും ആശാനെയൊക്കെ എന്ത് ചെയ്തു, അവരുടെ വീട്ടിൽ വിട്ട് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് മര്യാദയ്ക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം പിള്ളേരൊക്കെ എന്തൊക്കെയാണെങ്കിലും അമ്മ വീട്ടിലൊക്കെ ഒന്ന് പോവുകയും ചെയ്ത് അവിടെ ഓണം ആഘോഷിക്കുകയും ചെയ്യാം. ഇവിടെ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ പുളിയിഞ്ചിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ആട്ടെന്ന് വിചാരിച്ച് അവരെ വിട്ടു. അപ്പം അവർ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, പിള്ളേർ ബുദ്ധിമുട്ടാണെന്നല്ല കേട്ടോ, അപ്പോൾ അതൊന്നുമില്ല. അവരവരുടേതായ രീതിയിൽ കളിക്കും. ആ കളിക്കുന്നത് എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് കളിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ അത് കളിയാവുമോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടേതായ രീതിയിലുള്ള കളിയാണ് കളിക്കുക. അപ്പം ഇതൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിള്ളേർക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല. അവരെന്തെങ്കിലും ചിലപ്പം ചെറിയ കുരുത്തക്കേടുകളോ അതും ഇതൊക്കെ അറിയാതെയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഈ ആൾക്കാർ ഇതെല്ലാവരോടെ വരികയൊക്കെ ചെയ്യുമ്പം നമുക്ക് നല്ല ദേഷ്യം വരും. സ്വാഭാവികമാണ്. ദേഷ്യം വരുമ്പം ചിലപ്പം അതിൻ്റെ കാരണം പറഞ്ഞ് ഇവർ കളി എന്ന് പറഞ്ഞാൽ പിള്ളേർ ഈ സമയത്ത് എന്താണ് കളി, സാധാരണ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും. അങ്ങനത്തെ കളികളാണ് നമ്മുടെ പൊതുവേ ഉള്ള മക്കളെല്ലാവരും ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. അപ്പം ഈ കളിയൊക്കെ കളിച്ച് വല്ല കുരുത്തക്കേടും കാണിച്ച് വല്ല അപകടവും പറ്റുകയും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ടൊക്കെയാണ് പിള്ളേരെ വിട്ടത്. എല്ലാവരും സജീവമായിട്ട് വന്നവരൊക്കെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സാബുചേട്ടൻ, പാലക്കിലെ സാബുചേട്ടൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, എല്ലാവരും മനോഹരമായിട്ട് അതിൽ പങ്കെടുക്കുന്നു. അപ്പം ഞാനൊരു ചുമ്മാ ഒരു ചെറിയ സെൽഫി വീഡിയോ ആയിട്ട് അങ്ങോട്ട് എടുത്തു. അതിങ്ങനെ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ഒഴിവുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് പുളിയിഞ്ചിയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. എല്ലാവർക്കും തന്നെ ഇതൊക്കെ അറിയാവുന്നതാണ്. ഓരോരുത്തരും ഈ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലാണ് ഈ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് മാഷൊക്കെ നല്ല രസമായിട്ട് ഇതൊക്കെ കാണുമ്പം വറ്റൽമുളകൊക്കെ മുറിച്ചിട്ട് ഇതൊക്കെ കാണുന്നില്ലേ, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ മാഷക്ക് തോന്നി. ഇവരൊക്കെ ഇടയ്ക്ക് ഒന്ന് രുചിച്ച് നോക്കുന്നുണ്ട്, എവിടം വരെ എത്തി രുചി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. നമുക്ക് ഇടവക്കാർക്ക് മൊത്തത്തിൽ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ രുചിയൊക്കെ എവിടെ എത്തി എന്താണെന്നൊക്കെ, എന്താ ടേസ്റ്റ്. അങ്ങനെ വീണ്ടും ചെറിയൊരു ഒഴിവിൽ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇലയൊക്കെ വെട്ടി സെറ്റാക്കി വെച്ച് അതിൻ്റെ പരിപാടികളൊക്കെയാണ് സാബുചേട്ടനൊക്കെ ചെയ്യുന്നത്. ജോർജ് മാഷും ഉണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാ സമയത്തും പലരും, ആരും മാറി നിന്നില്ല. വന്നവരെല്ലാം ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം
നല്ല മനോഹരമായിട്ട് നല്ലൊരു കൂട്ടായ്മയായിട്ട് ഈ ചെറുപുഷ്പം പാടിൻ്റെ ഈ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ സഹകരിച്ച് ചെയ്തു. അപ്പം ഒരു ചെറിയ രീതിയിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എടുത്തു വെച്ചത്. നമ്മുടെ വീട്ടിൽ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരക്കകത്ത് തന്നെ കയറ്റി വെച്ചു. അപ്പം ആ സ്റ്റൗവിൻ്റെ മണ്ടയിൽ വെച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞതിന് ശേഷം ഇലയൊക്കെ ഇട്ട് ഇങ്ങനെയായിട്ട് മൂടി അങ്ങോട്ട് വെച്ചു. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇതങ്ങോട്ട് സെറ്റാക്കിയാൽ മതിയല്ലോ. ഉണ്ടോ, അത് കഴിഞ്ഞു. ഇനിയിപ്പം കോരി ഇതെല്ലാം കഴിഞ്ഞിട്ട് ബക്കറ്റിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അതാണിപ്പം കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്ത് റോസ്മോൾ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റവരെ രണ്ടുപേരും വിട്ടായിരുന്നു. റോസ്മോൾ ഉണ്ടായിരുന്നു. റോസ്മോൾ പറഞ്ഞു എനിക്കും അമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഇവർ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അവർ തന്നെ പോയാൽ പോരല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് പരിമിതികളൊക്കെ വന്നു. ഇതിനും കൂടണം, വീഡിയോയും എടുക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം പെങ്ങളെ കൊണ്ട് ചുമ്മാ ഞാൻ പിടിച്ചു കൊടുത്ത സമയത്ത് പെങ്ങളെടുത്തതാണ്. കാണുന്നില്ലേ? ഇതിലെ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒഴിവ് കിട്ടിയ സമയത്ത് ഇവരെല്ലാവരുടെ ഒന്നിച്ചിരുന്നിട്ട് നമ്മുടെ ആലീസ് ടീച്ചറും ഷെസിലി ചേച്ചിയും റോസമ്മ ചേച്ചിയും നമ്മുടെ ജെസ് ചേച്ചിയും ലിസമ്മയും ഇവരൊക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ ആലീസ് ടീച്ചറുടെ അമ്മച്ചിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു കവിത എഴുതിയുണ്ടാക്കി. ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് അവരെ പാടി കേൾപ്പിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സെറ്റപ്പും പണികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് വണ്ടിയിലേക്ക് കയറ്റി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം ഓക്കെ, ബായ്. നല്ലൊരു ഓണം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ഈ പറഞ്ഞ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബായ്. അപ്പം നല്ല പ്രോത്സാഹനമൊക്കെ തന്ന് ഞങ്ങളോട് സഹകരിക്കണം കേട്ടോ. ഓക്കേ. കണ്ട ഞങ്ങളുടെ ചെറുപുഷ്പത്തിൻ്റെ അച്ചാറ്, ചെറുപുഷ്പത്തിൻ്റെ പുളിയിഞ്ചി. ഓക്കേ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.